ചില ആൾക്കാർ പറയല്ലോ കുറച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിട്ടുവീഴ്ച വേണം എന്നൊക്കെ കുട്ടികളോട് പറയുന്നവരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പണ്ടത്തെ കാലത്ത് ഇപ്പൊ ആരും വിട്ടുവീഴ്ചയില്ല, മനസ്സിലായില്ലേ? ഏത് കാലത്ത്? മൈക്കില് 73 കാലഘട്ടത്തിൽ ഉണ്ട്. രണ്ട് അപൂർവം മാത്രം, വളരെ അപൂർവം മാത്രമേ ചെയ്യത്തുള്ളൂ. അമ്മജി, അതിന്റെ രസം എന്താ അറിയോ? രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ച് ഒരു മുറിയിലാകുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ വരും. അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ നോക്കൂ. ഒന്നോട് പറഞ്ഞോട്ടെ, നേരത്തെ ഉള്ള മാതാപിതാക്കള് എങ്ങനെ കഷ്ടപ്പെട്ടിട്ടായാലും മക്കളെ കെട്ടിച്ചു വിടും. അവർ കള്ളുകൂടിയനായാലും ഏത് ഇതല്ല അവർ മക്കളോട് പറയും സഹിച്ച് ക്ഷമിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടാന്ന് പറയും. ഇപ്പോഴത്തെ പെമ്പിള്ളേർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് അവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ പഠിച്ച് അവർ വഴിക്ക് പോകും. ആണുങ്ങൾ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ് ഇപ്പം മുഴുവൻ വന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. വിട്ടുവീഴ്ച എന്നതിന് ഒരു ബൗണ്ടറി ഇല്ലേ സാർ? ഇപ്പൊ പറഞ്ഞു ആണുങ്ങൾ മദ്യപാനം അതായത് അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്ന ഒരു ആരോപണം വന്നു. എന്റെ കേസിൽ കൃത്യമായൊരു കോടതി വിധിയുണ്ട്. ദ പെറ്റീഷണർ മദർ ഈസ് എ ഡ്രങ്കാർഡ് ലേഡി. പെറ്റീഷണർ മദർ അതായത് എന്റെ ഭാര്യയായിരുന്ന സ്ത്രീ കൊടുത്ത കേസിൽ അത് കോടതി പറഞ്ഞിരിക്കുകയാണ്. ദ പെറ്റീഷണർ മദർ ഈസ് എ ഡ്രങ്കാർഡ് ലേഡി. She is leading a wayward life also. This type of a mother cannot imbibe good qualities in the children. So I can't given the custody permission to the petitioner mother എന്ന് പറഞ്ഞു വിധി. അത് എന്തുകൊണ്ടാണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.